മലയാള സിനിമയിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്തൊരു ജോണർ. പതിവ് സിനിമാ കാഴ്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ആഖ്യാനവും മേക്കിങ്ങും അങ്ങനെ എല്ലാം കൊണ്ടും പ്രേക്ഷകർക്ക് പുതിയൊരു കാഴ്ചാനുഭവമാണ് ഫുട്ടേജ്. ഒരു ഫ്ലാറ്റിൽ ഒന്നിച്ചു കഴിയുന്ന കമിതാക്കളും യൂട്യൂബ് വ്ളോഗേഴ്സുമായ 2 പേരിൽ നിന്നാണ് ഫുട്ടേജ് തുടങ്ങുന്നത്. വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരാണ് വ്ളോഗേഴ്സായി എത്തുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് സിനിമ സഞ്ചരിക്കുന്നത്. തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ സംഭവങ്ങളും ക്യാമറയിൽ പകർത്തി വെക്കുന്നവരാണ് ഇരുവരും. തങ്ങളുടെ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ പോലും ഇവർ ഇങ്ങനെ ചെയ്യാറുണ്ട്. സന്തോഷത്തോടെ പോകുന്ന അവർ ഒരു ദിവസം തങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ച് അറിയുന്നു. പിന്നീട് ആ സ്ത്രീയുടെ പിന്നാലെ ഇരുവരും നടത്തുന്ന യാത്രയാണ് ഫുട്ടേജിൻ്റെ പ്രമേയം. മഞ്ജു വാര്യരാണ് മിസ്റ്ററി വുമണായി എത്തുന്നത്. ക്യാമറ 1 ദ ബോയ്, ക്യാമറ 2 ദ ഗേൾ എന്നിങ്ങനെയാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ഫുട്ടേജിൽ കടന്നു വരുന്നുള്ളൂ. ആദ്യ അവസാനം വരെ സിനിമയിൽ തുടരുന്നത് വിശാഖ് നായരും ഗായത്രി അശോകും പിന്നെ 2 ക്യാമറയുമാണ്. പെർഫോമൻസുകളിൽ എടുത്തു പറയേണ്ടത് വിശാഖിൻ്റെയും ഗായത്രിയുടെയും കെമിസ്ട്രി തന്നെയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് മഞ്ജു വാര്യരെ ചിത്രത്തിൽ കാണാനാവുക. മഞ്ജുവിൻ്റെ കഥാപാത്രം എന്താണെന്നും ആരാണെന്നുമൊക്കെ വീട്ടുജോലിക്കാരിയിലൂടെയാണ് പ്രേക്ഷകർ അറിയുക. ആക്ഷൻ രംഗങ്ങളിലടക്കം മഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ. ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് മഞ്ജു വാര്യരുടെ കഥാപാത്രം മുന്നേറുന്നത്. മഞ്ജുവിൻ്റെ മുഖം ക്ലിയറായി കാണാൻ കഴിയുന്നത് തന്നെ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ്. തുടക്കം മുതൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ കടന്നു പോകുന്ന കഥാപാത്രം എന്നാൽ അവസാനം എത്തുമ്പോഴേക്കും പ്രേക്ഷകരെയും ചെറിയ രീതിയിൽ ഇമോഷണൽ ആക്കുന്നുണ്ട്. ഷബ്ന മുഹമ്മദ്, സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഒരു സസ്പെൻസ് എലമെന്റ് നിലനിർത്തുന്നുണ്ട് ചിത്രം. അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊരു തോന്നൽ പ്രേക്ഷകനിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഫുട്ടേജ്. കഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോഴാണ് പ്രേക്ഷകരെ കാത്ത് മറ്റ് കഥകൾ വരുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, കോവിഡ് കാലത്തുണ്ടായ ആളുകളുടെ അപ്രതീക്ഷിതമായ മരണങ്ങൾ, ആശുപത്രി അധികൃതരുടെ പിഴവിലൂടെ കുട്ടികൾ മരിക്കുന്നത് തുടങ്ങി പലതും ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. ഭയം, നിഗൂഢത, ആകാംക്ഷ, സസ്പെൻസ് എല്ലാം പ്രേക്ഷകർക്ക് ഫുട്ടേജിൽ അനുഭവഭേദ്യമാകും. ഏറ്റവും എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ ടെക്നിക്കൽ വശമാണ്. ഫൗണ്ട് ഫുട്ടേജ് എന്ന ടെക്നിക്കിലൂടെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഫൗണ്ട് ഫുട്ടേജ് സിനിമകൾ വളരെ വിരളമാണ്. എഡിറ്റിംഗ് തന്നെയാണ് ഓരോ സീനിലും ഫ്രെയിമിലും പ്രേക്ഷകരെ അമ്പരപ്പെടുത്തിയത്. ഇതിലെവിടെയാണ് കട്ട് വന്നതെന്ന് സിനിമ കഴിയുമ്പോൾ പോലും പ്രേക്ഷകൻ ചിന്തിച്ചു പോകും. അത്രയും സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയുമാണ് സൈജു ശ്രീധരൻ ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റർ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും സൈജു തൻ്റെ ഇരിപ്പിടം മലയാള സിനിമയിൽ ഒന്നുകൂടി ശക്തമായി ഉറപ്പിച്ചിരിക്കുകയാണ് ഫുട്ടേജിലൂടെ. ദൃശ്യങ്ങളിലും മികവ് പുലർത്താൻ ഛായാഗ്രഹൻ ഷിനോസിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമ കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ഫ്രെയിമുകൾ സിനിമയിലുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ടതാണ്. കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒപ്പം സംഗീതവും ചേർന്നു നിന്നു. ഇൻറ്റിമേറ്റ് സീനുകളുടെ അതിപ്രസരം തന്നെയാണ് ചിത്രത്തിൻ്റെ വലിയൊരു പോരായ്മയായി തോന്നിയത്. ചിത്രം തുടങ്ങുന്നത് തന്നെ ഇൻറ്റിമേറ്റ് രംഗങ്ങളിലൂടെയാണ്. സെൻസറിങ് ഒന്നുമില്ലാതെ തന്നെയാണ് അത്തരം രംഗങ്ങൾ കാണിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിലെ ആക്ഷൻ രംഗങ്ങളിൽ ചെറിയ തോതിൽ വയലൻസ് കടന്നു വരുന്നത് കൊണ്ട് കുടുംബത്തോടൊപ്പം ഇരുന്ന് സിനിമ കണ്ടാസ്വദിക്കാൻ കഴിയില്ല. ചിത്രം ഒരുക്കിയിരിക്കുന്നത് മൂവി ബക്കറ്റ്, കാസ്റ്റ് ആൻഡ് കോ, പെയിൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ, സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ്. ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന നിലയിൽ ഫുട്ടേജ് നിരാശപ്പെടുത്തിയില്ലെന്ന് വേണം പറയാൻ. ഒപ്പം എഡിറ്ററിൽ നിന്ന് സംവിധായകനിലേക്കുള്ള സൈജുവിൻ്റെ ഗംഭീര തുടക്കവും. എന്നാൽ എല്ലാത്തരം പ്രേക്ഷകരെയും ഫുട്ടേജ് ചിലപ്പോൾ തൃപ്തിപ്പെടുത്തിയെന്ന് വരില്ല. മിസ്റ്ററി ത്രില്ലറുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഫുട്ടേജ് കണ്ടിരിക്കാം.